അടുത്ത അസ്കർ, ഇവിടെ ആ ദിവസങ്ങൾ അത്രയും ക്രൂരപീഡനം, റൂമിലിട്ട് നിരീക്ഷിക്കൽ, ഡീൻ അറിയുന്നില്ല, വാർഡനും അസിസ്റ്റന്റും ഒന്നും അറിയുന്നില്ല, അസിസ്റ്റന്റ് വാർഡൻ ഒന്നും അറിയുന്നില്ല, അറിയാത്തവർ നടിക്കുന്നതാണ്, അത് പകൽ പോലെ വ്യക്തം. പിന്നീട് കവറപ്പിനുള്ള നീക്കങ്ങൾ, വീട്ടുകാരെ അറിയിക്കാതിരിക്കൽ, മരിച്ചതിന് ശേഷം കൊടുത്തൊരു പരാതിയിൽ വളരെ വ്യഗ്രതയോടെ മുന്നോട്ട് പോക്ക്, ആ തിരക്കിൽ 2024 എന്ന വർഷത്തിൽ 2026 എന്ന ടീച്ചറുടെ ഒപ്പുചാർത്തൽ. ശ്രീ ഹസ്കർ, ഇതൊക്കെ ആ പ്രതിപ്പട്ടികയിൽ സാധാരണക്കാര് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? ആ പ്രതിപ്പട്ടികയിൽ SFI നേതാക്കൾ അല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ ഈ നെറുകെട്ട സംരക്ഷണ നീക്കങ്ങൾ? ഹസ്കർ. അശ്മി, സിദ്ധാർത്ഥിന് നീതി ലഭിക്കണം, ഒരു സംശയമില്ല കാര്യത്തിൽ. ഒരു തരത്തിലും ഈ അതിനിഷ്ഠൂരമായ കൊലപാതകത്തെ ന്യായീകരിക്കാനും ആർക്കും ആവില്ല. അതുതന്നെയായിരിക്കും SFIയുടെയും നിലപാട് എന്നു തന്നെയാണ് നാം കണ്ടത്. SFI ഇപ്പോഴും ഇതിൽ ഒരു തരത്തിലുള്ള ന്യായീകരണത്തിനും SFIയോ CPMോ ഇടതുപക്ഷമോ തയ്യാറായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഇവിടെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എടുക്കുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ശ്രമം മാത്രമാണ്. ആ ശ്രമം വില പോകാനും പോകുന്നില്ല. അതാണൊരു വസ്തുത. നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയ ട്രയലാണ്. സ്വാഭാവികമായും അത് സിദ്ധാർത്ഥിന് നീതി ലഭിക്കുന്നതിന് ഉതകുമെന്ന് നാം കരുതുന്നുവെങ്കിൽ പോലും അതിനുള്ള സാധ്യതയില്ല. എല്ലാ കാലത്തും SFI എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട്. അങ്ങേക്കും എനിക്കും, ഞാനൊരു പൂർവ്വ SFI പ്രവർത്തകൻ എന്ന നിലയിൽ അഭിമാനപൂർവ്വമാണ് പലപ്പോഴും അതിനെ കാണുന്നത്. പക്ഷെ എപ്പോഴും ഇതൊരു വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ധാരാളം ആളുകൾ വരും. ഇപ്പോൾ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ പലപ്പോഴും SFIയിലും ഒക്കെ വരാം, അങ്ങനെ വന്നിട്ടുണ്ടാവാം. അങ്ങനെ വരുന്നവരെ തിരിച്ചറിഞ്ഞ് SFI അവരെ തിരുത്തുകയും അവരെ ഒഴിവാക്കുകയും ചെയ്യുകയാണ് കാലാകാലങ്ങളിലെ SFI ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതുതന്നെയായിരിക്കും ചെയ്യുന്നത്. അതിൽ നിന്ന് മാറ്റം ഒന്നും SFIക്ക് മാറി നിൽക്കാനൊന്നും ആവില്ല. മുൻകാലങ്ങളിലും ഇതുപോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ പറ്റിയിട്ടുള്ള തെറ്റുകൾ ഏറ്റുപറയുന്നതിനുള്ള ആർജവും അവരെ അകറ്റി നിർത്തുന്നതിനുള്ള ചങ്കൂറ്റവും കാണിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. കാര്യം, എത്ര ഉന്നതനായിട്ടുള്ള നേതാവ് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ തെറ്റ് ചെയ്താലും ആ പ്രവർത്തകനെ SFI കൈവിട്ട ചരിത്രം SFIക്കുണ്ട്. അതുകൊണ്ട് ഇതിലിപ്പോ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള SFI നേതാക്കന്മാരുണ്ട് എങ്കിൽ അവരെ SFI പുറത്താക്കിയിട്ടുണ്ട്. ഇനി ആ യൂണിറ്റ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ആ ചുമതലക്കാരൻ എവിടെയെങ്കിലും പിശക് പറ്റിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയും പരിശോധിക്കും. ആ ഏരിയ കമ്മിറ്റി അടക്കം, അതല്ലെങ്കിൽ ആ താലൂക്ക് കമ്മിറ്റി പരിശോധിക്കും. അതിന് സമയം ആ യൂണിറ്റ് കമ്മിറ്റി അങ്ങ് പിരിച്ചുവിടുക, എന്നിട്ട് അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏൽപ്പിക്കുക. എന്താണ് തടസ്സം? അതാ SFIയുടെ ഘടകമല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്കും ഹാഷ്മിക്കും തീരുമാനിക്കാൻ കഴിയുന്ന എന്താണ് തടസ്സം ഞങ്ങൾ ചോദിക്കും. താങ്കൾ പണ്ട് SFI പ്രവർത്തനം അഭിമാനപൂർവ്വം പറയുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ലെന്നേ. അങ്ങനെ പല ഘടകങ്ങളും പിരിച്ചുവിട്ടിട്ടുണ്ട്. അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും സമ്മേളനങ്ങൾ നടത്തി പുതിയ കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും പുറത്താക്കിയ ചരിത്രം SFIക്കുണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇക്കാര്യത്തിൽ പ്രശ്നം പരിശോധിക്കും. SFI അതിൽ അക്കാര്യത്തിൽ SFI ഒരു തരത്തിൽ ന്യായീകരിച്ചില്ല. മാത്രമല്ല, സിദ്ധാർത്ഥ് ഒരു പഴയ SFI പ്രവർത്തകൻ കൂടിയായിരുന്നു. അത് അങ്ങ് ശ്രദ്ധയിൽപ്പെടണം. സിദ്ധാർത്ഥ് പങ്കെടുത്തിട്ടുള്ള SFIയുടെ പരിപാടികൾ പലതിന്റെയും ചിത്രങ്ങൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ കൊണ്ടുവച്ച ഫ്ലെക്സിലും പറയുന്ന ഒരു പഴയ പഴയ SFIക്കാരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ SFIക്ക് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടോ? SFIക്ക് പൂക്കോട് ക്യാമ്പസിന് മുന്നിൽ ഒരു സമരപ്പന്തൽ ഉയർത്താൻ തടസ്സം എന്താണ്? ഹസ്കർ, SFI ഏതെങ്കിലും തരത്തിൽ ഇതിനെതിരെ എതിര് നിൽക്കുന്നു? അന്വേഷണത്തിലെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന് എതിര് നിൽക്കുന്നത് പോലാണോ ഈ ഡീനെ അടക്കം പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFI കൊടിയെടുത്ത് സമരം നടത്താൻ അറിയാത്തവരല്ലോ SFI. എന്തേ നടത്തിക്കൂടാ? എന്തേ ഒരു സമരപ്പന്തൽ ഉയരുന്നില്ല? എന്തേ രാപ്പകൽ സമരം ഇല്ല? എന്തേ ഡീന് കരിങ്കൊടിയില്ല? എന്തേ VCക്ക് കരിങ്കൊടിയില്ല? എന്താണ് മൗനം? ഹസ്കർ, ഹാഷ്മി, നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയില്ല ഒരു സംഘടന എങ്ങനെ സമരം ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ആ സംഘടനയ്ക്കുള്ളിൽ ഇതിൽ പ്രതിഷേധമുള്ള ആളുകൾ നിരവധിയുണ്ട്. ആർഷോയുടെ വാക്കുകൾ നാം കേട്ടതാണ് പത്രസമ്മേളനത്തിൽ. ഏതെങ്കിലും ഒരു തരത്തിൽ ന്യായീകരിക്കാൻ ആർഷോ മുതിർന്നു? ഒരു തരത്തിലും ഇത് ചെയ്യാൻ പോയാൽ CPM നേതാവ് ആരാണ്? ഈ പറഞ്ഞ ആത്മാർത്ഥതയുടെ സത്യസന്ധത അരക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിനോടകം പ്രതിഷേധമായി ചെങ്കൊടി എന്താണ് നക്ഷത്രാംഗത ശുഭ്രപതാക വിളിച്ച് തെരുവിലിറങ്ങണമായിരുന്നു.
അസ്കർ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലെ അസ്കർ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊണ്ടുവരണം അസ്കർ ജസ്റ്റ് ഒന്ന് തന്നെയാണ് ആലോചിച്ച് നോക്കൂ. എല്ലാവരുടെയും ഇതുപോലെ ആഗ്രഹം. ഒരു സംശയമില്ലെന്നേ. കൊലപാതക സമാനമായ സംഭവത്തിൽ KSUവിന്റെ അവിടുത്തെ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി പ്രതിയും അവിടുത്തെ ABVP നയിക്കുന്ന യൂണിയൻ പ്രസിഡന്റ് പ്രതിയുമായിരുന്നെങ്കിൽ SFI ആ പൂക്കോട് ക്യാമ്പസ് പൊളിച്ചിടില്ലായിരുന്നോ? അവിടെ തലസ്ഥാനത്ത് സമരം ഇരുമ്പില്ലായിരുന്നോ? അങ്ങനെ വേണമെന്ന് ഞാൻ പറയുന്നത്. അവിടെ തലസ്ഥാനത്ത് സമരം ഇരുമ്പില്ലായിരുന്നോ? അല്ല, സമരം മാത്രമല്ലല്ലോ ഇക്കാര്യത്തിൽ. ഏതെങ്കിലും തരത്തിൽ ഈ ഘട്ടത്തിൽ SFIയോ അതല്ലെങ്കിൽ അതിന്റെ മാതൃ സംഘടനകളോ ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സം ഉന്നയിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? അന്വേഷണത്തിന്റെ ഘട്ടത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉന്നയിച്ചോ? വിചാരണ നടത്തുക ആ സംഘടനയെ അങ്ങനെ ഉന്നയിച്ച നാട്ടുകാർ കൈവെക്കും. അതുകൊണ്ടാണ് ഉന്നയിക്കാത്തത്. അങ്ങനെ ചെയ്യാൻ പോകുന്നില്ലെന്നേ ഒരു മനുഷ്യൻ പോലും. അങ്ങനെ ഉന്നയിച്ച അങ്ങനെ ഇപ്പൊ ന്യായീകരണമായിട്ട് അറിയാൻ കഴിഞ്ഞാൽ നാട്ടുകാർ കൈവെക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നീതിബോധത്തിന്റെ ശരി നീതി താങ്കൾ ഈ പറഞ്ഞ യഥാർത്ഥ നീതിബോധമാണെങ്കിൽ സമരവുമായി ഇറങ്ങണം. സ്നേഹിക്കണമെന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ജയപ്രകാശ്, മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം.